ഇടുക്കിക്കാരിയായിട്ട് ഇച്ചിരി എല്ലും കപ്പയും പുഴുങ്ങിയില്ലേല് മോശമല്ലേ? എന്നാതാ പിടിച്ചു ഞങ്ങൾ ഇടുക്കിക്കാരുടെ സ്വന്തം ഏഷ്യാഡ്. ഇടുക്കിയുടെ ഈ മലമുകളിൽ നിന്ന് ഈ ഒരൊറ്റ ഏഷ്യാഡിൻ്റെ ഉശിരിയിൽ ഏഷ്യൻ ഗെയിംസിൽ പോയി കപ്പടിച്ച കൊലകൊമ്പന്മാരുണ്ടത്രേ. അങ്ങനെയാണ് ഏഷ്യാഡ് എന്ന് പേര് വന്നത്. ഒന്നിരുത്തി ആലോചിച്ചാൽ വളരെ ശരിയാണ്. മലയോരത്ത് പങ്കുകൂടി ഇറക്കുന്ന കുട്ടൻപോത്ത് ഓരോ വീട്ടിലും 5ഉം 10ഉം കിലോയാണ് കിട്ടുക. അതിൽ തന്നെ 2 കിലോയോളം എല്ലായിരിക്കും. കൈക്കുറ, കാൽക്കുറ, കഴുത്ത്, വാരി, മുഴനെഞ്ച് എന്നീ എല്ലാ ഭാഗത്തെയും എല്ലടങ്ങിയതായിരിക്കും ഒരു പങ്ക്. പറമ്പീന്ന് ഒരു മൂട് കപ്പയും പറിച്ച് എല്ലിട്ടങ്ങ് നല്ലോണം പുഴുങ്ങും. 2 കിലോ എല്ലിന് 4 കിലോ കപ്പ വരെ ചേർക്കാം. കപ്പ നുറുക്കി ഉപ്പും മഞ്ഞളും ഇട്ട് വെന്തു വരുന്ന നേരം കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇടുക്കിയിൽ തന്നെ ചിലയിടങ്ങളിൽ ഇതിൽ തേങ്ങ വറുത്ത് ചേർക്കാറുണ്ട്. അതും രുചിയാണ്. എന്നിരുന്നാലും തേങ്ങയുടെ ലാഞ്ചന പേരിന് പോലും ഇല്ലാത്ത ഏഷ്യാഡിന് ഒരു പ്രത്യേക സ്വാദാണ്. അന്നൊക്കെ ഇടുക്കിയിൽ കല്യാണത്തലേന്ന് സൽക്കാരത്തിന് വിളമ്പുന്നത് ഈ ഒരു എല്ലും കപ്പയുമാണ്. അതങ്ങ് ഇച്ചിരി നീട്ടി അങ്ങ് ഉണ്ടാക്കും. എല്ലാവർക്കും വിളമ്പി എത്തിക്കണ്ടേ? ഇനിയിപ്പോൾ നല്ലോണം മസാല പിടിച്ച് വെന്തു വന്ന എല്ലിലേക്ക് ഇച്ചിരി ഗരം മസാലയും ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. നല്ല വേവിച്ചുടച്ചു വെച്ച കപ്പയും കൂടി കൂട്ടിച്ചേർത്ത് ഇളക്കി അങ്ങ് യോജിപ്പിച്ചെടുത്ത സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. മധുരമിടാത്ത നല്ല ആവി പറക്കണ തിളച്ച കട്ടൻ ചായയും നല്ല എരിവുള്ള എല്ലും കപ്പയും പുഴുങ്ങിയതും അതങ്ങ് ഒന്നിച്ച് കഴിച്ചു കഴിഞ്ഞാൽ കണ്ണീന്ന് പൊന്നീച്ച പറക്കുന്ന പോലെ വെള്ളം ഒഴുകണമെന്നാണ് പഴമക്കാർ പറയാറ്. അതങ്ങനെ കഴിച്ചാൽ മാത്രമേ അതിൻ്റെ ഒരു ഫീലും സ്വാദും ഒക്കെ കിട്ടൂ.